ഹായ് ഫ്രണ്ട്സ്, എന്തു പറയുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അതറിയുന്നതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ വീഡിയോ കാണുകയും കമൻറ്റ് അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാക്കറ്റ് ഇഡ്ഡലിപ്പൊടി മേടിച്ചു ഞാൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഇഡ്ഡലിപ്പൊടിയും കൊണ്ടൊരു ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ പച്ചരി വീട്ടിൽ കുതിർത്ത് ഉഴുന്നൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പാക്കറ്റ് ഇഡ്ഡലിപ്പൊടി മേടിച്ചു. അപ്പം ഇതിൻ്റെ ഇഡ്ഡലി എങ്ങനെ ഉണ്ട്, നല്ല മയമുണ്ടോ, നമ്മൾ പച്ചരി കുതിർത്ത് നമ്മൾ അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി പോലെ തന്നെയാണോ എന്നെല്ലാം ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലിപ്പൊടി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ മെച്ചം എന്ന് ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഞാൻ അഭിപ്രായങ്ങൾ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചാണല്ലോ നമ്മൾ ചെയ്ത് നോക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടറിയാം. ഈ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്റ്റെപ്സൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് പൊട്ടിച്ച് ആവശ്യത്തിന് പൊടിയൊക്കെ എടുത്ത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഒരു 10 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് കപ്പിനാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിത് അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള 1 കപ്പാണ് എടുത്തത്. അപ്പോൾ എത്ര ഇത് 1/2 കിലോ ഇഡ്ഡലിപ്പൊടിയാണ്. അത് എന്തോരം ഈ കപ്പിനുണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് 1 കപ്പ് ഞാൻ എടുത്തു, അത് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അടുത്ത് കുറച്ചും കൂടെ ഉണ്ട്, ഇതെന്തോരം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇത് 2 കപ്പ് തികച്ചില്ല, ഇതൊരു 3/4 കപ്പ് ഉണ്ട്. 3/4 കപ്പിന് മേലെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ. അപ്പോൾ 1 കപ്പിന് ഇതിന് 1.25 കപ്പ് വെള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതുകൂടാതെ 1 സ്പൂണ് തൈര് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 സ്പൂണ് ചോറ്, അതും ഇതിലേക്ക് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറ് അതുപോലെ തൈരും കൂടി ചേർത്ത് നമുക്ക് അരച്ച് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മിക്സിയിൽ അടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ചോറും ഇതും ഒക്കെ വേറെ സെപ്പറേറ്റ് അരച്ച് ഇതിനകത്ത് ചേർക്കുന്ന ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് 1 സ്പൂൺ തൈര്, 1 സ്പൂൺ ചോറ്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, അതിന് ശേഷം ഒരു 5-8 മണിക്കൂർ, കുറഞ്ഞത് ഒരു 10 മണിക്കൂറാണ് പറയുന്നത്, അത്രയെങ്കിലും കഴിഞ്ഞിട്ട് ഇഡ്ഡലി ചുടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, തൈര്, ചോറ്, മറന്നു പോകണ്ട, വെള്ളം, തൈര്, ചോറ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവിടെ ഇച്ചിരി ദൂരെ കൊണ്ടുവന്ന് വെച്ച് ഇതിലിപ്പം നമുക്ക് ഏറെക്കുറെ ഇതിന് 2 കപ്പ് പൊടിവെള്ളം ഉണ്ടായിരുന്നു. 2 കപ്പ് നിറച്ചില്ല, ഒരല്പം കുറവേ ഉള്ളൂ.
അപ്പം ഞാൻ അതിന് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഡ്ഡലിപ്പൊടിയിൽ ഒഴിച്ചിരിക്കുകയാണ്. 1.25 കപ്പായതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലെടുത്തു. ആ 1/2 കപ്പ് വെള്ളവും 1 സ്പൂൺ തൈരും 1 സ്പൂൺ ചോറും കൂടെ മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പം നമ്മളിവിടെ ഈ വെള്ളം ഒഴിച്ചിത് മിക്സ് ചെയ്തപ്പം ഇടയ്ക്കുണ്ടോ കട്ടയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ മാവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരച്ചെടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കഴിയുമ്പോൾ ഈ കട്ടയെല്ലാം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഈ തൈരും ചോറും എല്ലാം ഇതിനകത്ത് ലയിച്ചിരിക്കും. ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇനി ചൂടാൻ നേരത്ത് ഉപ്പും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഉപ്പടക്കം ചേർത്ത് മിക്സ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജാറിനകത്തേക്ക് ഇത് കുറച്ചൊഴിച്ച് ഒന്ന് ജസ്റ്റ് അടിച്ച് ഒരു പാത്രത്തിലേക്ക് 8-10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നല്ലപോലെ പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആകുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നോക്കിക്കേ, 1 കപ്പ്, അതായത് ഏത് കപ്പിനാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു കപ്പിന് 1 കപ്പ് പൊടിയും ആ എടുക്കുന്ന കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളവും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കപ്പിനെടുത്തത് കൊണ്ട് ഇതിന് തന്നെ 1.25 കപ്പ് വെള്ളം ഇതിന് ചേർത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ 1 സ്പൂൺ തൈര്, 1 സ്പൂണ് ചോറ്. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിനാണ് തൈരും എടുത്തത്, ചോറും എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇടയ്ക്ക് ഓരോ കട്ടയുണ്ട് കേട്ടോ, ഒരെണ്ണ ഉള്ളെന്ന് തോന്നുന്നു, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം ഇതിന് വരുന്ന മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം ബേക്കിംഗ് സോഡയും ചേർക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് സോഡയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതിനെന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ പൊന്തുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല രീതിക്ക് എല്ലാം യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചൂട് പാചകത്തിൻ്റെ കരയിലേക്ക് നമ്മുടെ ഈ ഇഡ്ഡലി മിക്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ആ ചെറിയ ചൂട് കൊണ്ട് പെട്ടെന്ന് ഇത് പൊന്തി കിട്ടിക്കൊള്ളും. അപ്പം അതിന് ശേഷം ഇതിന് വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഞാൻ രാവിലെ പാലപ്പം ചുട്ടു. അപ്പോൾ അതിൻ്റെ ബാലൻസ് മാവ് എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വട്ടയപ്പം ചുടാമെന്ന് വിചാരിച്ച് ഒരു പ്ലേറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവിടേക്ക് ഒഴിച്ച് അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തകൃതിയായിട്ട് ഇവിടെ തീയൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറാനായിട്ട് ഞാനിപ്പോൾ അടപ്പയിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂട്ടുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, വട്ടയപ്പം ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് കാഷ്നട്ടൊക്കെ ഇലയിലൊക്കെ ഇട്ടിട്ടുണ്ട്. മുന്തിരിങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് മുന്തിരിയൊക്കെ ഇടാം, നല്ല ടേസ്റ്റായിരിക്കും. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതിടാം, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ കൂട്ട് തന്നെ മതി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കാഷ്നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, മുന്തിരി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വട്ടയപ്പം ചുടുമ്പോൾ കാഷ്നട്ട്, മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പം അത് ഓക്കെ ആയി. അപ്പം നമ്മുടെ ഇഡ്ഡലിമാവൊക്കെ നല്ല രീതിക്ക് തന്നെ പൊന്തിയിട്ടുണ്ട്.
ഒരു തട്ട് ചോറ് ഞാൻ അടുപ്പിൽ ഒഴിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ട നല്ല രീതിക്ക് തന്നെ ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മേടിച്ച് ചെയ്ത് നോക്കിക്കോ, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട്.